അപ്പോൾ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. ഏവർക്കും സ്വാഗതം ആനിമി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളെ ഹൊക്കാഗെയായ ടോബിരാമ അതായത് ക്രിയേറ്റഡ് ചെയ്ത കുറച്ച് ജുറ്റ്സൂസിനെ കുറിച്ചാണ്. നമ്മളെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ. ഗൈസ് അപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് വലിയ റീച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഗൈസ് അതൊക്കെ കൂടി നമുക്കൊന്ന് പവറാക്കണം ഗൈസ്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് ആനിമി ടോക്സ് ഗൈസ്. അപ്പോൾ ഫസ്റ്റത്തെ ജുറ്റ്സു എന്ന് പറയുന്നത് ഫ്ലൈങ് റേഞ്ച് സ്ലൈസ് ആണ്. ഈ ജുറ്റ്സു ഉണ്ടാക്കിയത് നമ്മുടെ ടോബിരാമ തന്നെയാണ്. ഫോർ കില്ലിങ് ദി ഗോസ്റ്റ് ഓഫ് ഉച്ചിഹാസ് ബ്രദർ, അതായത് നമ്മുടെ മദാര ഉച്ചിയുടെ ബ്രദറിനെ കൊല്ലാൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. ടോബിരാമ ഉണ്ടാക്കുന്ന എല്ലാ ജുറ്റ്സും ഇൻ കോൺസെപ്റ്റ് ഈസ് ഡിഫെൻഡ് ആൻഡ് ഓഫൻസീവ് ഉച്ചിഹ മെമ്പേഴ്സ്. സെക്കൻഡ് റെസിപ്രോക്കൽ റോബിൻ ജുറ്റ്സു, അതായത് ഇതൊരു അഡ്വാൻസ് ജുറ്റ്സു തന്നെയാണ് ഈ ടോബിരാമ മേക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും. മിനാട്ടോൻ്റെ മേത്തും ടോബിരാമൻ്റെ മേത്തും 2 സീൽ വെച്ചിട്ടുണ്ട്. ഈ മിനാട്ടോൻ്റെ മേത്ത് ഈ സാസ്കെയും അതായത് നറൂട്ടോയും അറ്റാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടോബിരാമ ഒബീറ്റോൻ്റെ ബോഡിയായിട്ട് സമൺ ചെയ്ത് വരും. അത് തന്നെയാണ് ഈ ജുറ്റ്സു. 2 പേരും ഇത് സീല് വെക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ആ സീലും കൊണ്ട് ഫ്ലൈ റൈ ചെയ്യുമ്പോൾ തന്നെ സമൺ ആവാൻ പറ്റും അവിടെ നിന്ന്. ഗൈസ് അതാണ് സെക്കൻഡ് ജുറ്റ്സു. ഇതൊരു അഡ്വാൻസ് ആൻഡ് ഗുഡ് ജുറ്റ്സു തന്നെയാണ്. തേർഡ് ഈസ് മ്യൂച്വലി മൾട്ടിപ്ലൈങ് എക്സ്പ്ലോസീവ് ടാഗ്. ഇത് സാധാരണ പേപ്പർ ബോംബ്സ് പോലെയല്ല. ഇത് 2 ഇരട്ടിയായിട്ട് അത് തന്നെ 2 ഇരട്ടിയായിട്ട് ബിഗ് മാസീവ് എക്സ്പ്ലോഷൻ തന്നെ അവിടെ നടക്കുന്നതായിരിക്കും. ഇത് ടോബിരാമ ചെയ്ത് ജുറ്റ്സു എന്ന് പറയാൻ ഒരു ഫൈറ്റിംഗ് മെത്തേഡ് എന്ന് വേണം നമുക്ക് പറയാം. ഫോർത്ത് ഈസ് വാട്ടർ സ്റ്റൈൽ. അതായത് ഗൈസ് ഇത് ഫയർ സ്റ്റൈലിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജുറ്റ്സു ആണ്. ഒരു വാട്ടർ വാൾ തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരും. അതുകൊണ്ട് ഫയർ സ്റ്റൈലിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ജുറ്റ്സുവിൻ്റെ മെയിൻ. അതുപോലെ തന്നെ ഇതും ഉച്ചിഹാസിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി ജുറ്റ്സു ആണ്. ഫിഫ്ത്ത് ഈസ് വാട്ടർ ഡ്രാഗൺ ജുറ്റ്സു. ഇത് ഉച്ചിഹാസിൻ്റെ മെയിൻ ഫയർ സ്റ്റൈൽ. ഉച്ചിഹ ക്ലാൻ്റെ മെയിൻ ആണ് ഫയർ സ്റ്റൈൽ. അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഡ്രാഗൺ ടൈപ്പ് വാട്ടർ സ്റ്റൈൽ തന്നെയാണ്. ഇത് ഒരു അടിപൊളി ജുറ്റ്സു ആണ്. ഈ ഡ്രാഗൺ ജുറ്റ്സുവിനെ എന്തായാലും നമ്മുടെ ഉച്ചിഹത്തെ ഫയർ ബോളിനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. സിക്സ് ഈ വാട്ടർ സ്റ്റൈൽ വാട്ടർ ഷോക്ക് വേവ്. ഇതൊരു അടിപൊളി ജുറ്റ്സു തന്നെയാണ്. കാരണം ഈ വാട്ടർ സ്റ്റൈലും കൊണ്ട് നമുക്ക് എന്തെങ്കിലും മാസീവ് ഫ്ലഡ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ടോബിരാമ ഉപയോഗിച്ചത് ഈ ടോബിരാമ ഫോർബിഡനായി, അതായത് എഡോടെൻസിയ വന്നിട്ട് നമ്മുടെ ഹൊക്കാഗെയായ ഹിറോസൻ സാറുട്ടോബിക്ക് എതിരെയാണ്. ഇതൊരു മാസീവ് ഫ്ലഡ് തന്നെയാണ് നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അടിപൊളി ജുറ്റ്സു ആണ്. സെവൻത്ത് ഈസ് ഇൻഫിനിറ്റ് ഡാർക്ക്നെസ്. ഇതൊരു ഗെഞ്ചുറ്റ്സു തന്നെയാണ്. ഇത് ഓപ്പോണൻറ്റിൻ്റെ എൻ്റെ ഡാർക്ക്നെസ്സിൽ തന്നെയാണ് നിന്നത്. ഇതിന് ഒരു ജുറ്റ്സു ഇതിനുള്ള വർക്കാവത്തുമില്ല. അതായത് റീപ്പർ ഡെഡ് സീൽ തന്നെ ഉപയോഗിച്ചിട്ട് അത് വർക്കാവുന്നില്ല. ഇത് നമുക്ക് കാണാൻ പോലും പറ്റില്ല. എൻ്റെ ഡാർക്ക്നെസ് തന്നെയായിരിക്കും. ഇത് അടിപൊളി ഡിഫെൻസീവ് ആൻഡ് ഒഫെൻസീവ് ടെക്നിക്കാണ്. അറ്റാക്ക് നമുക്ക് സിമ്പിളായിട്ട് ഈ ജുറ്റ്സു തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഈ ജുറ്റ്സു മെയിനായിട്ട് ഹിറോസിനെതിരെയാണ് നമ്മുടെ ടോബിരാമ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ആനിമേറ്റഡായി വന്നിട്ടാണ് നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗൈസ്. 8th ഈസ് ഷാഡോ ക്ലോൺ ജുറ്റ്സു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ജുറ്റ്സു ആണ്. കാരണം നറൂട്ടോയുടെ മാസ്റ്റർ പീസ് ജുറ്റ്സു തന്നെയാണ് ഷാഡോ ക്ലോൺ ജുറ്റ്സു. കുറേ ഷാഡോ ക്ലോൺസിനെ ഉണ്ടാക്കിയിട്ട് ഇത് നമുക്ക് കുറേയും കൂടി നമ്മുടെ ഓപ്പോണൻറ്റിനോട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ജുറ്റ്സു ആണ്. ഇത് നമ്മുടെ ഉണ്ടാക്കിയത് നമ്മുടെ ടോബിരാമ തന്നെയാണ്. 9th ഈസ് ഹെവൻലി വീപ്പിംഗ്. ഇത് മൗത്തിൽ നിന്ന് വരുന്ന വാട്ടർ നീഡിൽസ് ആണ്. നമ്മൾ ഓപ്പോണൻറ്റിനെതിരെ ഹൈ പ്രഷറിലാണ് ഈ വാട്ടർ നീഡിൽസ് പോകുക. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഇഞ്ചുറി തന്നെ ഉണ്ടാക്കും. 10th ഈസ് റീആനിമേഷൻ ജുറ്റ്സു. അത് എഡോടെൻസി എന്നൊക്കെ നമുക്ക് പറയാം. ഇതായാലും മരിച്ച ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അടിപൊളി ജുറ്റ്സു തന്നെയാണ്. ഇവർ ഇമ്മോർട്ടൽ തന്നെയായിരിക്കും. ആർക്കും ഇവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരെ നമുക്ക് ഈസി ആയിട്ട് സീൽ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ഇവരെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമ്മൾ കിടിലം വീഡിയോ തിരിച്ചിരുന്നേക്കും ഗൈസ്.